السلام عليكم. الحمد لله الواحد القهار والصلاة والسلام على محمد مصطفى المختار وعلى آله وصحابه الأخيار. ആദരണീയരായ സത്യവിശ്വാസിനികളെ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന നിഗൂഢമായൊരു ശക്തിവിശേഷം എല്ലാ മനുഷ്യരിലുമുണ്ട്. ജന്മസിദ്ധമായി തന്നെ ഓരോ വ്യക്തിയിലും നന്മയോടുള്ള ആഭിമുഖ്യവും തിന്മയോടുള്ള വെറുപ്പും സ്ഥിതി ചെയ്യുന്നുണ്ട്. സൽക്കർമ്മങ്ങളിൽ ആനന്ദിക്കുകയും തെറ്റുകുറ്റങ്ങളിൽ വേദനിക്കുകയും ചെയ്യുന്ന നൈസർഗികമായൊരു ബോധം നമുക്കറിയാം. വടക്കോട്ട് മാത്രം ചൂണ്ടി നിൽക്കുന്ന ഒരു കാന്തസൂചി പോലെ വെളിച്ചത്തിലേക്ക് മാത്രം വഴി നടത്തുന്ന അദൃശ്യമായ ഒരു ശക്തിവിശേഷം, ഒരു പ്രതിഭാസം മനുഷ്യനിലുണ്ട്. ഇതിനെയാണ് നമ്മൾ മനസാക്ഷി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന രോഗാണുക്കളോട് പൊരുതുന്ന വെളുത്ത രക്താണുക്കൾ നമുക്കറിയാം. അവയാണ് നമ്മുടെ ശരീരത്തെ ബാഹ്യമായ ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നത്. അതേപോലെ ഹൃദയത്തിലുള്ള മനസാക്ഷി, അത് പാപകർമ്മങ്ങളുടെ പേരിൽ നമ്മുടെ മനസ്സിനെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കും. അധർമ്മം ചെയ്യാനുള്ള മാനസിക പ്രേരണകളെ മുളയിലെ നുള്ളിക്കളയാൻ ശ്രമിക്കും. രോഗകാരികളായ രോഗാണുക്കൾക്കെതിരിൽ ഹൃദയത്തിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കും. സദാചാര ബോധത്തിന്റെയും ധർമ്മനിഷ്ഠയുടെയും നെടുന്തൂണായി വിലയിരുത്തപ്പെടുന്ന ഈ മനസാക്ഷിയെയാണ് പരിശുദ്ധ ഖുർആൻ നഫ്സുൽ ലവ്വാമ എന്നും ഫിത്ര ശുദ്ധ പ്രകൃതി എന്നുമൊക്കെ പല വാക്കുകളിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഒരിക്കൽ പാപത്തെക്കുറിച്ചും പുണ്യത്തെക്കുറിച്ചും അറിയുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്ന ഒരു സുഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഒരു ഉപദേശമുണ്ട്. ആ ഉപദേശം നമുക്ക് കാണാൻ കഴിയും. ഇസ്തഫ്തി ഖൽബിക് അൽ ബിർറ മത്മഅന്നത് ഇലൈഹിൽ നഫ്സു. നീ നിന്റെ ഹൃദയത്തോട് ഫത്വ ചോദിക്കുക. നിന്റെ മനസ്സിന് സമാധാനം നൽകുന്നത് എന്താണോ അതാണ് നന്മ എന്ന് പറയുന്നത്. അതേപോലെ അൽ ഇസ്മ മഹഖ ഫീ ഖൽബിക്, നിന്റെ ഹൃദയത്തിൽ ചൊറിച്ചിലുണ്ടാക്കുന്നത് എന്താണോ അതാണ് പുണ്യം. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പാപമെന്നും എന്താണ് പുണ്യമെന്നും കൃത്യമായി പഠിപ്പിക്കുകയാണ്. ഈ അധ്യാപനത്തിന് ആധുനികമായ കാലഘട്ടത്തിൽ വളരെയേറെ പ്രസക്തിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഭൗതികവാദം ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലേക്കും പിടിമുറുക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഭൗതികവാദത്തിന്റെ അല്ലെങ്കിൽ നിരീശ്വരവാദത്തിന്റെ ലിബറലിസത്തിന്റെ എല്ലാം ആദ്യ പാഠം എന്ന് പറയുന്നത് നന്മയെന്നും തിന്മയെന്നും ഉള്ള രണ്ട് പ്രതിഭാസങ്ങൾ ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ ചിന്താഗതികൾ മാത്രമാണ് കർമ്മങ്ങളെ നല്ലതും ചീത്തയുമാക്കുന്നത് എന്നും അതിനപ്പുറം ഒരു സ്ഥിരമായ നന്മയോ ഒരു സ്ഥിരമായ തിന്മയോ ഈ ലോകത്ത് ഇല്ല എന്നും പഠിപ്പിച്ചുകൊണ്ടാണ് ധാർമ്മികതയെ തകർക്കുവാൻ വേണ്ടി ഭൗതികവാദം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും, അൽ ബിർറു ഹുസ്നുൽ ഖുൽഖ് വൽ ഇസ്മ മഹാഖ ഫീ സുദരിക വകരിഹത ആയത്തുൽ അന്നാസ. അതായത് സൽസ്വഭാവം എന്ന് പറയുന്നത് അതാണ് പുണ്യം. ഹൃദയത്തിൽ അസ്വസ്ഥതയുണ്ടാക്കുകയും ജനങ്ങൾ അറിയുന്നത് നിനക്ക് ഇഷ്ടമില്ലാതിരിക്കുകയും ചെയ്യുന്ന കാര്യം ഏതാണോ അതാണ് പാപം. അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ ഒരാൾ പ്രവാചകന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, മൽ ഇസ്മ, എന്താണ് പാപം? അദ്ദേഹം പറഞ്ഞു, ഇദാ ഹാഖ ഫീ നഫ്സിക ഷൈഉൻ ഫദഅഹു, നിന്റെ മനസ്സിൽ അസ്വസ്ഥതയുണ്ടാക്കുന്ന കാര്യം ഏതാണോ അതാണ് പാപം, അത് നീ വർജിക്കുക. അപ്പൊ അയാൾ ചോദിച്ചു, ഫമൽ ഈമാൻ, എന്താണ് ഈമാൻ? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയൊരു മറുപടി, ഫഇദാ, നീ ചെയ്യുന്ന തെറ്റ് നിന്നെ പ്രയാസപ്പെടുത്തുകയും അതേപോലെ നിന്റെ സൽക്കർമ്മം നിന്നെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, വസറത്തുക ഹസനത്തുക ഫഅൻത മുഅ്മിൻ, അങ്ങനെ നിന്റെ സൽക്കർമ്മം നിന്നെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നീ വിശ്വാസിയാണ്. അപ്പൊ നമ്മൾ വിശ്വാസിയാവുന്നത് എപ്പോഴാണ്? നമ്മുടെ ഭാഗത്തു നിന്നും ഒരു തെറ്റ് വന്നു പോയാൽ ആ തെറ്റിന്റെ പേരിൽ നമുക്കൊരു ഖേദം ഉണ്ടാവുകയും ഒരു സൽക്കർമ്മം നമ്മൾ പ്രവർത്തിക്കാനിടയായാൽ അതിന്റെ പേരിൽ മനസ്സിൽ സന്തോഷമുണ്ടാവുകയും ചെയ്യുന്നുവെങ്കിൽ അത് നമ്മൾ വിശ്വാസിയാണ് എന്നതിന്റെ അടയാളമാണ്. ഇസ്ലാമിക ശരീഅത്ത് നിയമമായി കൽപ്പിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും മനുഷ്യ മനസ്സിന്റെ അന്തർദാഹം തീർക്കാനുള്ളതും അതിനെ തൃപ്തിപ്പെടുത്തുന്നതുമാണ്.
മതം എന്തെങ്കിലും നിരോധിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ മനുഷ്യപ്രകൃതി സ്വയം തന്നെ വിലക്കിയിട്ടുള്ളതാണ്. പ്രകൃതിയോട് വിരുദ്ധമായ കാര്യങ്ങളല്ല ദീന് മനുഷ്യനോട് കൽപ്പിക്കുന്നത്. ഹൃദയത്തോട് ഫത്വ ചോദിക്കുക എന്ന വാക്കിലൂടെ മതവും മനസാക്ഷിയും രണ്ടല്ല എന്നും ഒന്ന് മറ്റൊന്നിന്റെ പൂരകമാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി ഓർമ്മിപ്പിക്കുകയാണ്. ചുറ്റുപാടുകളുടെ സ്വാധീനം മൂലമോ ദേഹേച്ഛയുടെ സമ്മർദ്ദം മൂലമോ ഒരാൾക്ക് ചെയ്യേണ്ടി വരുന്ന നിരന്തരമായ തെറ്റുകുറ്റങ്ങൾ മനസാക്ഷി എന്ന നേരത്തെ സൂചിപ്പിച്ച ആ ഒരു സ്വാഭാവികമായ ബോധം, നൈസർഗികമായ ആ ഒരു ബോധത്തിന് മേൽ കറകൾ വീഴ്ത്തും. ഒടുവിൽ ആ തിരുനാളം പറ്റെ അണഞ്ഞു പോവാൻ അത് കാരണമാവുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയതും കാണാൻ കഴിയും. ഇന്നൽ മുഅ്മിന ഇദാ അദ്നബ ദംബൻ കാനത് നുഖ്ദതൻ സൗദാ ഫി ഖൽബി ഫഇൻ താബ വനസഅ വസ്തഗ്ഫറ സുഖില മിൻഹാ വഇൻ റാദത് ഹത്താ യഅലുഖ ബിഹിൽ ഖൽബ്. അതായത് ഒരു വിശ്വാസി ഒരു പാപം ചെയ്താൽ അവന്റെ മനസ്സിൽ ഒരു കറുത്ത പുള്ളി വീഴുന്നു. അവൻ പശ്ചാത്തപിച്ച് മടങ്ങുകയും പാപമോചനം തേടുകയും ചെയ്താൽ അവന്റെ മനസ്സ് പഴയതുപോലെ തിളങ്ങാൻ തുടങ്ങും. എന്നാൽ പാപം തുടർച്ചയായി ചെയ്യുമ്പോൾ ഹൃദയത്തിൽ വീഴുന്ന പുള്ളികൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഒടുവിൽ അവന്റെ ഹൃദയം തെറ്റുകുറ്റങ്ങളാൽ പൂർണ്ണമായി മൂടപ്പെട്ടു പോകും. അപ്പോ ഇത്തരമൊരു അവസ്ഥ ഹൃദയങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് അത്തരം ഹൃദയങ്ങൾക്ക് നന്മയോട് പ്രതിബദ്ധതയോ തിന്മയോട് വിരക്തിയോ ഉണ്ടാവുകയില്ല. തെറ്റും ശരിയും അത്തരക്കാരുടെ കണ്ണിൽ ഒരുപോലെയായിരിക്കും. പാപങ്ങൾ ചെയ്യുന്നതിൽ അസ്വസ്ഥതയോ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ സന്തോഷമോ ഒന്നും അവർക്ക് അനുഭവപ്പെടുകയില്ല. എത്ര ആഴത്തിലുള്ള ഉപദേശ നിർദ്ദേശങ്ങളും അവരെ സ്വാധീനിക്കുകയില്ല. കാഴ്ച നഷ്ടപ്പെട്ടവർക്ക് വെളിച്ചം എത്ര തീവ്രമാണെങ്കിലും കാണാൻ കഴിയാത്തതുപോലെ, കേൾവി നഷ്ടപ്പെട്ടവർക്ക് ശബ്ദം എത്ര കനത്തതാണെങ്കിലും കേൾക്കാൻ കഴിയാത്തതുപോലെയുമാണ് അവരുടെ അവസ്ഥ. അതിനാൽ ലഘുവും നിസ്സാരവും എന്ന് നാം കരുതുന്ന ചെറിയ തെറ്റുകുറ്റങ്ങൾ പോലും ഗൗരവപൂർവം സൂക്ഷിക്കേണ്ടതുണ്ട്. സൽപ്രവർത്തനങ്ങളാൽ നമ്മുടെ അമൽ സ്വാലിഹാത്തുകളിൽ നിരന്തരം മുഴുകി നമ്മുടെ ഉള്ളിലുള്ള പ്രകാശത്തെ കൂടുതൽ പ്രഭാപൂരിതമാക്കുവാനാണ് ഓരോ വിശ്വാസിയും പരിശ്രമിക്കേണ്ടത്. ഈ രൂപത്തിൽ കൃത്യമായി പാപവും പുണ്യവും എന്താണെന്ന് മനസ്സിലാക്കുകയും പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും അവിചാരിതമായി പാപങ്ങളുമായി ഇടപെടേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ പാപങ്ങൾ നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുമ്പോൾ എത്രയും പെട്ടെന്ന് തൗബ എന്നുള്ള ആയുധം ഉപയോഗിച്ചുകൊണ്ട്, ഇസ്തിഗ്ഫാർ എന്നുള്ള മാർഗം ഉപയോഗിച്ചുകൊണ്ട് അതിനെ കഴുകി വൃത്തിയാക്കി നമ്മുടെ ഹൃദയത്തിന് പറ്റിയ കറുത്ത പുള്ളിയെ മായ്ച്ചു കളഞ്ഞ് അതിനെ കൂടുതൽ പ്രകാശപൂരിതമാക്കുവാൻ വേണ്ടിയാണ് ഓരോ വിശ്വാസിയും പരിശ്രമിക്കേണ്ടത്. ആ രൂപത്തിൽ യാതൊരു പാപങ്ങളുമില്ലാത്ത അവസ്ഥയിൽ പ്രകാശം പരത്തുന്ന ഹൃദയവുമായിക്കൊണ്ട് അള്ളാഹുവിന്റെ സന്നിധിയിൽ ഹാജരാക്കുവാനും സജ്ജനങ്ങൾ ഉൾപ്പെടുവാനും ഉള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്തുകൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.